പാമ്പ് കടിയേറ്റുള്ള മരണത്തിൽ ആശുപത്രികളിൽ അപര്യാപ്തതകൾ ഉണ്ടെന്ന് KGMOA. അമിതമായ തിരക്കിൽ അത്യാഹിത വിഭാഗങ്ങൾ ശ്വാസം മുട്ടുന്ന അവസ്ഥയാണുള്ളത്. അത്യാഹിത വിഭാഗത്തിൽ ഡ്യൂട്ടിയിൽ ഉണ്ടാകുന്നത് ഒരു ഡോക്ടർ മാത്രമാണെന്നും 2 ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കണമെന്നും KGMOA ആവശ്യപ്പെട്ടു. അക്ഷയ കൃഷ്ണാനന്ദ് വിശദാംശങ്ങൾ നൽകും. അക്ഷയ, വേനലിൽ ചൂട് കൂടുമ്പോൾ പലതരത്തിലുള്ള അപകടങ്ങളാണ്, പ്രത്യേകിച്ചും സൂര്യാഘാതമേറ്റും ഒപ്പം പാമ്പ് കടിയേറ്റുമുള്ള അപകടങ്ങളൊക്കെ കൂടുന്നു. കൂടുതൽ രോഗികൾ ഉണ്ടാകുന്നു. അതിനനുസരിച്ചുള്ള ഡോക്ടർമാർ ആശുപത്രിയിലില്ല. KGMOAയുടെ പരാതികൾ എന്താണ്? KGMO പ്രധാനമായും പറയുന്നത് ഈ പാമ്പ് കടിച്ചു കഴിഞ്ഞ ഒരു രോഗി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആന്റി സ്നേക്ക് വെനം നൽകുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത്തരത്തിൽ ഒരു രോഗിക്ക് ഇങ്ങനെ ഈ ആന്റി സ്നേക്ക് വെനം നൽകുന്ന സമയത്ത് ഈ രോഗിയെ പരിപൂർണമായിട്ട് ശ്രദ്ധിക്കാൻ ഒരാൾ തന്നെ വേണം എന്നുള്ളതാണ് അതിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ അവിടെ നിൽക്കുമ്പോൾ, ഒരു രോഗിക്ക് വേണ്ടി മാത്രം ഒരു ഡോക്ടർ അവിടെ നിൽക്കുമ്പോൾ, കാഷ്വാലിറ്റിയിലേക്ക് മറ്റ് കൂടുതൽ രോഗികൾ വരുമ്പോൾ ആ രോഗികളെ കൂടി ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, ഒരു ബുദ്ധിമുട്ട് ഡോക്ടർമാർക്ക് നിലവിലുണ്ട്. അല്ലെങ്കിൽ ഈ പാമ്പുകടി ഏറ്റെത്തുന്ന രോഗിയെ അവരെ കൃത്യമായി ശുശ്രൂഷിക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ട് ഈ ഡോക്ടർമാർക്ക് അനുഭവപ്പെടുന്നുണ്ട്. അത്തരത്തിൽ കാഷ്വാലിറ്റികളിൽ തിരക്ക് കൂടുന്ന സമയമാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഡ്യൂട്ടിയിൽ ഒരു ഡോക്ടർ മാത്രം ഉണ്ടാകുന്നത് പാമ്പ് കടിച്ച് ഒരു രോഗി എത്തുമ്പോൾ ആ രോഗിയെ കൃത്യമായി ശുശ്രൂഷിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് എത്തുകയും ഡോക്ടർമാരുടെ തലയിലേക്ക് കുറ്റങ്ങൾ എത്തുകയും ചെയ്യുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതിനാൽ തന്നെ അത്യാഹിത വിഭാഗത്തിൽ 2 ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കണം, ഡോക്ടർമാരെ ബലിയാടാക്കുന്ന പ്രവണത അവസാനിപ്പിക്കണമെന്നെല്ലാമാണ് സംഘടന ആവശ്യപ്പെടുന്നത്. സേഫു. ശരി, അക്ഷയ കൃഷ്ണാനന്ദാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദ വിവരങ്ങൾ നൽകിയത്.